പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ വോയിസ് ഓഫ് സാൽവേഷൻ എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 2 വീഡിയോയിലും ഞാൻ എന്നെക്കുറിച്ച് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് എങ്ങനെയാണ് ഞാൻ യേശുക്രിസ്തുവിനെ കണ്ടെത്തി എന്നുള്ളത് സംബന്ധിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തുടർന്ന് വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക്, കമൻറ്റ് പോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് സഹായിക്കുമല്ലോ. ഞാൻ യേശുക്രിസ്തുവിൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ബൈബിൾ വായിച്ചതെന്ന് ഞാൻ ആദ്യത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ വേദപുസ്തകം നോക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, എന്നാലും എൻ്റെ കണ്ടെത്തലുകൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അതായത് വേദപുസ്തകം എന്ന് പറയുന്നത് 2 ഭാഗമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് പഴയ നിയമം, ഒന്ന് പുതിയ നിയമം. യേശു ക്രിസ്തുവിന് മുമ്പുള്ള ഭാഗങ്ങൾ പഴയ നിയമമായിട്ടും യേശു ക്രിസ്തു തൊട്ടുള്ള ഭാഗങ്ങൾ പുതിയ നിയമമായിട്ടുമാണ് അറിയപ്പെടുന്നത്. ഇതിനകത്ത് ഉൽപ്പത്തി മുതൽ എസ്ര വരെയുള്ള പുസ്തകം ചരിത്ര പുസ്തകമായിട്ടും അതിനുശേഷം എസ്തർ, യോബ്, സങ്കീർത്തനം, സദൃശ്യവാക്യം, ഉത്തമഗീതം ഇവയെല്ലാം സാഹിത്യ പുസ്തകങ്ങളായിട്ടും ശേഷമുള്ള എല്ലാ പുസ്തകങ്ങളും പ്രവചന പുസ്തകങ്ങളായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിവ സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തി ചരിത്രവും ബാക്കിയുള്ളവയെല്ലാം ലേഖനങ്ങളും വെളിപ്പാട് മാത്രം പ്രവചനമായിട്ടാണ് പുതിയ നിയമത്തിലുള്ളത്. അപ്പോൾ ഇതൊരു എല്ലാ പുസ്തകങ്ങളുടെയും ഒരു കളക്ഷനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ വ്യക്തികളാൽ എഴുതപ്പെട്ടതായിരിക്കുന്ന ലേഖനങ്ങളും ചരിത്രങ്ങളും അതുപോലെ തന്നെ പ്രവചനങ്ങളൊക്കെയാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സംഭവത്തിൻ്റെയും ഡേറ്റ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് യെശയ്യാ പ്രവചനം എടുക്കുകയാണെങ്കിൽ അത് ആമോസ് രാജാവിൻ്റെ കാലത്ത് ഇന്ന സമയത്ത് അത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ആ രാജാവിൻ്റെ ഭരണകാലത്തിൻ്റെ ഏത് വർഷത്തിലാണ്, ഏത് മാസത്തിലാണ്, ഏത് തീയതിയിലാണ് എന്നുള്ള വിവരങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ രാജാക്കന്മാരുടെ പുസ്തകം, ദിനവൃത്താന്ത പുസ്തകം ഇതിലൊക്കെ നമുക്ക് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു ആധികാരികമായ ഒരു ചരിത്രം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. പിന്നെ രണ്ടാമതായി ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനമുള്ള കാര്യങ്ങളാണ്. ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം, ആ വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം നല്ല ജീവിതം നയിക്കാൻ പറ്റും, സമൂഹത്തിന് എങ്ങനെ ഉപകാരപ്പെടാൻ പറ്റും എന്നൊക്കെയാണ്. എന്നാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉള്ള കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെ 2 കൽപ്പനകൾ കൊടുത്തിരിക്കുന്നത് കാണാൻ കഴിയും. ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക, 2 മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഇപ്പം മനുഷ്യനെയും ദൈവത്തെയും സ്നേഹിക്കാൻ ഒരു വ്യക്തിക്ക് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ഒരു ദോഷവും ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ കാതലായിരിക്കുന്ന വിഷയം. അപ്പം സ്നേഹമാണ് ഏറ്റവും വലിയ ഒരു വിഷയമായിട്ട് വേദപുസ്തകം വ്യക്തമാക്കുന്നത്. യേശു ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതത്തിൽ പറഞ്ഞൊരു കാര്യം ശത്രുക്കളെ സ്നേഹിപ്പിൻ എന്നാണ്. ശത്രുക്കളെ പോലും സ്നേഹിക്കാനുള്ള മനസ്സ് ഒരു വ്യക്തിക്ക് ഉണ്ടായി വരുമ്പോഴാണ് വാസ്തവമായിട്ടും ആ വ്യക്തി ഒരു ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് രക്ഷിക്കപ്പെടുന്നത് എന്ന്, അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് രക്ഷിക്കപ്പെടുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് പൊതുവെ എല്ലാവരും ഈ വേദപുസ്തകത്തിൽ ആശ്രയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുക, നമ്മൾ രക്ഷിക്കപ്പെടണം, നമ്മൾ സ്വർഗത്തിൽ പോകണം, നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ആവശ്യം. അതിന് അപ്പുറം മറ്റൊരു ആവശ്യം കൂടിയുള്ളത് ഭൗതികമായിരിക്കുന്ന ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ പ്രാർത്ഥനയുടെ പിന്നിൽ ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഒരു വ്യക്തി ക്രിസ്ത്യാനിയായാൽ
ആ വ്യക്തിക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നു എന്ന് പറയുന്നത് അനുഗ്രഹങ്ങളല്ല കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ് അദ്ദേഹത്തിന് അനുഗ്രഹമായി തീരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന്, എൻ്റെ സ്വഭാവത്തിന്, ഞാൻ മദ്യപാനിയായിരുന്നു എങ്കിൽ ഞാൻ മദ്യപാനം നിർത്തി കഴിയുമ്പോൾ മദ്യപാനം നിർത്തിയതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ഫലങ്ങളും എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിനും അതുപോലെ എല്ലാ മേഖലകളിലും അത് പ്രതിഫലിക്കണമെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് വേദപുസ്തകത്തിൽ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല അത് സംഭവിച്ചത്, മറിച്ച് നാം മാനസാന്തരപ്പെട്ടത് കൊണ്ടാണത് സംഭവിച്ചത്. അപ്പോൾ യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾക്ക് ലോകത്ത് ദുരിതമുണ്ട്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട്, പ്രയാസമുണ്ട് എന്നാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ അയാൾക്ക് എല്ലാം നല്ല നിലയിലേക്ക് എത്തി എന്നുള്ളതല്ല അതിൻ്റെ ആശയം. നമുക്ക് ഈ ലോകത്ത് ബുദ്ധിമുട്ടുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷെ ആ ബുദ്ധിമുട്ടിൻ്റെ ഇടയിലും യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അനുഗമിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ദൗത്യമായിട്ട് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ലോകത്ത് നാം എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുന്നില്ല, മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല, സഭയിൽ ആരെയും സ്നേഹിക്കുന്നില്ല. സഭകൾ തമ്മിൽ പോരാടുന്നു, അതുപോലെ തന്നെ മനുഷ്യർ തമ്മിൽ പോരാടുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ എന്നുള്ളത് സംശയം തന്നെയാണ്. കാരണം ആ വ്യക്തി സ്വർഗത്തിൽ പോകണമെങ്കിൽ കർത്താവ് പറഞ്ഞത്, എൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നവൻ. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ സ്വർഗത്തിൽ പോകും. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് മനുഷ്യനെയും ദൈവത്തെയും സ്നേഹിക്കുക. അത് ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്ന് തന്നെയാണ് സാരം. രക്ഷിക്കപ്പെട്ടതുകൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞ് പലരും അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വായുകൊണ്ട് ഏറ്റു പറഞ്ഞതുകൊണ്ട് മാത്രം സംഭവം അത് നേരെയാകുന്നില്ല, മറിച്ച് ജീവിതത്തിൽ അതിൻ്റെ മാറ്റങ്ങൾ ബൈബിൾ തന്നെ പറയുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ മാനസാന്തരത്തിൻ്റെ കനികൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് തീരണം. ഇനിയൊരു ഭാഷയിൽ പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ്. ഈ നിലയിൽ നാം ചിന്തിച്ചാൽ ആര് സ്വർഗത്തിൽ പോകും എന്നുള്ളത് നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതാണ്. അതിനു വേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. തുടർന്ന് അടുത്ത വീഡിയോയും കാണാൻ മറക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വിടവാങ്ങുന്നു. ഓക്കെ, താങ്ക് യു.